ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാക വഹിച്ച വാണിജ്യ കപ്പലിന് നേരെ വൻ ആക്രമണം. നിരപരാധികളുടെ ജീവൻ വെച്ചുള്ള ഈ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ രംഗത്തെത്തി. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണെന്നും മേഖലയിലെ സിവിലിയൻ കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങളിൽ കടുത്ത ആശങ്കയുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. അതേസമയം കപ്പലിലുണ്ടായിരുന്ന എല്ലാ ഇന്ത്യൻ ജീവനക്കാരും പൂർണ്ണമായും സുരക്ഷിതരാണെന്നത് വലിയ ആശ്വാസമുള്ള ഒരു കാര്യമാണ്. ഒമാൻ അധികൃതർ നടത്തിയ സമയോചിതമായിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ജീവനക്കാരെ സുരക്ഷിതരായി തിരിച്ചെത്തിച്ചത്. ഈ നിർണായക ഇടപെടലിന് ഇന്ത്യ ഒമാന് പ്രത്യേകം നന്ദി അറിയിച്ചിട്ടുമുണ്ട്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് ഔദ്യോഗികമായി വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. നിരപരാധികളുടെ ജീവൻ അപകടത്തിലാക്കുന്നതും അന്താരാഷ്ട്ര വ്യാപാരത്തെയും സ്വതന്ത്രമായ കപ്പൽ ഗതാഗതത്തെയും തടസ്സപ്പെടുത്തുന്നതുമാണ് ഇന്നലെ നടന്ന ഈ ആക്രമണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ഇന്ത്യ കർശനമായ ഭാഷയിൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പ്രധാനപ്പെട്ട സമുദ്രപാതകളിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് സമുദ്ര സുരക്ഷയെക്കുറിച്ചും നാവികരുടെ ജീവനെക്കുറിച്ചും വലിയ ആശങ്കകളാണ് ലോകമെമ്പാടും ഉയർത്തുന്നത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കപ്പലുകളുടെയും നാവികരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ അധികൃതർ ഒമാനുമായും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളുമായും നിരന്തരം ബന്ധപ്പെട്ടു വരികയാണ്. വാണിജ്യ കപ്പൽ പാതകളുടെ സുരക്ഷയും സാധാരണക്കാരായിട്ടുള്ള നാവികരുടെ ജീവനും സംരക്ഷിക്കപ്പെടേണ്ടത് ആഗോള വ്യാപാരത്തിനും സ്ഥിരതയ്ക്കും അത്യന്താപേക്ഷിതമാണെന്നും ഇന്ത്യ ആവർത്തിച്ചു. സമുദ്രപാതകളിലെ ഇത്തരം കടന്നുകയറ്റങ്ങൾക്കും ആക്രമണങ്ങൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്തതും ശക്തവുമായിട്ടുള്ള ഒരു നിലപാട് തുടരുമെന്നുള്ള മുന്നറിയിപ്പുമാണ് ഇന്ത്യ നൽകുന്നത്. ന്യൂസ് ഡെസ്ക്.